ചങ്കുട്ടിദാസ് സുദീർഘമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം വേണം. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസപരമാണെന്നും വഖഫ് എന്ന് പറയുന്നത് വിശ്വാസപരമല്ല എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. വഖഫ് എന്ന് പറയുന്നത് തന്നെ എന്താ? ഒരു വിശ്വാസി തൻ്റെ നിയന്താവിന്, സൃഷ്ടാവിന്, അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഭൂമിയാണ്, ഏതെങ്കിലും സ്ഥാപനത്തിനല്ല. ഇസ്ലാമിക ദൈവശാസ്ത്ര പ്രകാരം അതിന് നിയ്യത്തുണ്ട്, ഉദ്ദേശമുണ്ട്. അത് പള്ളി പണിയുന്നതിനാകാം, ചിലപ്പോൾ ഈ പറയുന്ന ആശുപത്രിക്കാവാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാവാം. അതിൻ്റെ നടത്തിപ്പ് അവകാശം ആർക്ക് എന്നാണ് ചോദ്യം. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അവകാശം പോലെ ഒരു വിശ്വാസി അള്ളാഹുവിന്, അവൻ്റെ സൃഷ്ടാവിന് സമർപ്പിക്കുന്നതിൻ്റെ നടത്തിപ്പ് അവകാശം സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബോഡിക്കല്ലേ വേണ്ടത് എന്ന് പറയുന്ന സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു ചോദ്യമാണ് KC വേണുഗോപാൽ ഉന്നയിച്ചത്. അതിൽ നീതിയുടെ ഒരു പ്രശ്നമുണ്ട്, സാധാരണക്കാരന് മനസ്സിലാവേണ്ടതാണ്. ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് വിശ്വാസികളായ ഹിന്ദുക്കൾ അംഗങ്ങളായിരിക്കുന്നത്, അതേ അർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത് വഖഫ് ബോർഡിനകത്ത് മുസ്ലിമായ വിശ്വാസിയായ ആൾ ഉൾപ്പെടണം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലോജിക്കാണ്. അത് വളരെ സ്പഷ്ടമായി വളരെ തുടക്കത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പ്രസ്താവിച്ചു. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇനി ഇവിടെ സംഘപരിവാർ പ്രതിനിധിക്ക് ഇതിൽ കൂടുതൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വൈദികൻ, അദ്ദേഹത്തിന്റെ ലോഹയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ ആശങ്കകൾ മനസ്സിലാക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തോട് ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യം, ഇതിലെ ഏറ്റവും അപകടകരമായ ക്ലോസ് എന്താ? ഒരു മുസ്ലിമാണോ എന്ന് 5 വർഷത്തേക്ക് ഭരണകൂടം പരിശോധിക്കും. അച്ചോ, ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയതിനു ശേഷം 5 വർഷത്തേക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കുന്ന ഒരു നിബന്ധന അങ്ങേക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇവിടെ അതിനെതിരായി, മതപരിവർത്തനത്തിനെതിരായി പല നിയമങ്ങളും കടന്നു വരികയാണ്. ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുക്കുകയാണ്. മതപരിവർത്തനം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്. ഭരണഘടന നിർമ്മിച്ച അംബേദ്കർ തന്നെ ബുദ്ധമതം സ്വീകരിച്ചൊരു നാടാ. ബോധികയും ബുദ്ധമത സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റവും വിശ്വാസത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. മുനമ്പം വിഷയം പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കണം പറയുമ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശശുദ്ധി ഔട്ട് ഓഫ് ദ കോർട്ട് തന്നെ അത് പരിഹരിക്കണം. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മാതൃകാപരമായി അതിനകത്ത് ഇടപെടുകയും ബിഷപ്പുമാരെ പോയി സന്ദർശിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ മനസ്സിലാക്കേണ്ടത് മുനമ്പ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്നതാണ്. ഇത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ തന്ത്രത്തിന്റെ ഹിന്ദുത്വ എഡിഷനാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് കാര്യം നേടുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ ഇവിടെ ഓർഗനൈസറിൽ വന്നൊരു ലേഖനമുണ്ട്. RSS പറഞ്ഞൊരു കാര്യമുണ്ട്. രാമരാജ്യമോ റോമാ രാജ്യമോ? ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യയെ ക്രിസ്തുമതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. YS രാജശേഖര റെഡ്ഡിയെ പോലുള്ള ആളുകൾ, വിശ്വാസിയെ അല്ലാത്ത AK ആന്റണി, ഇവരൊക്കെ കൂടി ഇന്ത്യയെ ക്രിസ്തുമത രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് അച്ചോ ഇപ്പോൾ ക്രിസ്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ചരിത്രമുണ്ട്, രേഖയുണ്ട്, നിങ്ങൾ പരിശോധിക്കണം. രാമരാജ്യമോ റോമാ രാജ്യമോ എന്ന് പറഞ്ഞ് ക്രിസ്തു മതത്തെ ടാർഗറ്റ് ചെയ്ത ആളുകൾ ഇന്ന് മുസ്ലിം വിരുദ്ധതയുടെ മറ പിടിച്ച് 2 മതങ്ങളെയും 2 ന്യൂനപക്ഷങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസ് തീർന്നു പോകുക എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ കോൺഗ്രസ് ആയി നിലനിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ 1000 തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും കോൺഗ്രസിന് നിലപാട്